ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഹായം ദൈവത്തിൽ നിന്ന്. ഈ ശുശ്രൂഷയിൽ നമ്മൾ മോനിക്ക പ്രയറിലേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകമായി മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ദൈവം തങ്ങൾക്ക് ദാനമായി നൽകിയ മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ കണ്ട്, പലവിധത്തിലുള്ള അഡിക്ഷൻസ് കണ്ട്, അനുസരണക്കേടും മറുതലിപ്പും വിശ്വാസമില്ലായ്മയും കുടുംബ തകർച്ചയും പ്രണയ ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് ചതിക്കുഴികളിൽപ്പെട്ട് നാശത്തിലേക്ക് പോകുന്ന നമ്മുടെ മക്കളെ ഓർത്തും, കുടുംബത്തോട് സ്നേഹമില്ലാതെ, പഠനത്തിൽ ഉത്തരവാദിത്തമില്ലാതെ, മദ്യവും മയക്കമരുന്നും കഞ്ചാവും കുദാശകൾ അകന്ന് ജീവിക്കുന്ന എത്രയെത്രയോ മക്കൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഓരോ ദിവസവും പലരും ഫോൺ ചെയ്ത് അറിയിക്കാറുണ്ട്, സഹോദര പ്രാർത്ഥിക്കണമേ, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുനീര്, നമ്മൾ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ വേദന, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ എന്തുമാവട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് അത് വെച്ചു കൊടുക്കുക. നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമല്ല. സഹോദരങ്ങളെ, ഈ വചനത്തിൽ പൂർണ്ണമായും ഹൃദയം ഉറപ്പിച്ച് നമ്മുടെ ആകുലതകളും അസ്വസ്ഥതകളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും നമ്മളെ ഭാരപ്പെടുത്തുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം കർത്താവിന് നേൽപ്പിച്ചു കൊടുത്തേ, എല്ലാവരും നേൽപ്പിച്ചു കൊടുത്തേ. വിവിധ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 21 സങ്കീർത്തനം 3 തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം ആശ്ചര്യമായി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കൃപയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി, അധികമായ സൗഖ്യമായി, വിമോചനമായി, നമുക്ക് ആവശ്യമായ കൃപാദാനങ്ങളായി പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ശക്തിയോടെ ഇറങ്ങി വരുന്ന സമയം ആരെല്ലാം വിശ്വസിക്കുന്നുവോ, ആത്മാവിന്റെ പ്രവൃത്തികളെ, ആത്മാവ് തരുന്ന വാഗ്ദത്തങ്ങളെ ആര് സംശയിക്കാതെ വിശ്വസിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ നൽകുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുകയാണ്. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവമായ കർത്താവ് അവരെ സന്ദർശിച്ചു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ് ഈ മോനിക്ക പ്രയർ. നമ്മുടെ മക്കളെ ഓർത്തുള്ള ഹൃദയത്തിൻ്റെ വേദനകള്, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങള്, നമ്മെ അലട്ടുന്ന ഒത്തിരി ഒത്തിരി നീറുന്ന പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളിലേക്കെല്ലാം സമൃദ്ധമായ അനുഗ്രഹങ്ങളായി, സമൃദ്ധമായ കൃപാദാനങ്ങളായി, ആത്മാവിൻ്റെ അഭിഷേകമായി കർത്താവ് നമ്മളെ സന്ദർശിക്കുന്ന സമയം ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയനുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനം 5 അധ്യായം 13 വചനം, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ,
ആഹ്ലാദിക്കുന്നവർ സ്തുതിഗീതം ആലപിക്കട്ടെ. എത്ര ശക്തമായ വചനമാണിത്! നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവരെ, ക്ലേശം അനുഭവിക്കുന്നവരെ, കൊടിയ സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ കടന്നു പോകുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള ആത്മാവിൻ്റെ വചനമാണ്. ദുരിതം അനുഭവിക്കുന്നവർ, ക്ലേശം അനുഭവിക്കുന്നവർ, സങ്കടം അനുഭവിക്കുന്നവർ, കൊടിയ സഹനത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അവർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചോ. നമ്മുടെ കണ്ണീര് മറികടന്നു പോകാൻ ഒരിക്കലും നമ്മുടെ കർത്താവിന് സാധിക്കുകയില്ല. നമ്മുടെ കണ്ണുനീരിന് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ സമയം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മക്കളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ നിയോഗങ്ങൾ, ആവശ്യങ്ങളുമുണ്ട്. നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യുക. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, പ്രത്യേകിച്ച് മക്കളെക്കുറിച്ചുള്ള നിയോഗങ്ങൾ, അവരുടെ പഠനം, ഭാവി, അവരുടെ വിശ്വാസം, അവരുടെ ആത്മീയത, അവരുടെ സ്നേഹരാഹിത്യം, വിശ്വാസമില്ലായ്മ, വിവിധങ്ങളായിട്ടുള്ള അവരുടെ അഡിക്ഷൻ, തെറ്റായ ബന്ധങ്ങൾ, പലവിധത്തിലുള്ള ധാർമ്മികമായ അധപതനങ്ങൾ, എന്തുമാവട്ടെ, ഈ നിയോഗങ്ങളെല്ലാം സ്നേഹത്തോടെ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടീം ഷക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം ഈ നിയോഗങ്ങൾക്കെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ രാപ്പകൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, കരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് തുറന്നു പിടിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവമായ കർത്താവ് അവരെ സന്ദർശിച്ചു. കർത്താവേ, ഈ വചനത്തിന്റെ കൃപയാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. ഈ വചനത്തിന്റെ തീ ഞങ്ങളിൽ കത്തിക്കണമേ. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും ഉണർത്തണമേ. ഈശോയെ, 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 സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് വരണമേ. ആത്മാവേ, ഞങ്ങളുടെ തലമുറകളിലേക്ക് വരണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. നാരകീയ ശക്തികള്, തിന്മയുടെ പോരുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, അന്ധകാര പീഡകള് നസ്രാന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ ഛിന്നഭിന്നമായി പോകട്ടെ. സമൃദ്ധമായ അനുഗ്രഹത്താൽ, അധികമായ കൃപാവരങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് അലങ്കരിക്കണമേ. കരമുയർത്തി, സ്വരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു യേശുവേ. മക്കൾക്ക് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിളിച്ച്, വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച്, ഈശോയെ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പൈശാചിക കെട്ടുകള്, ഞങ്ങളെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താന്യ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ. അവന്റെ എല്ലാ മുഖങ്ങളും ഒടിച്ചു കളയണമേ. അവന്റെ അടിസ്ഥാനങ്ങൾ പൊട്ടിച്ചെറിയണമേ. ആത്മാവേ, 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 വരിക, വരിക, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. കരങ്ങൾ തുറന്നു പിടിച്ച് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും ഒന്നിച്ച് പാടി സ്തുതിച്ച് ആമേൻ. എന്താ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? ആകുലപ്പെടേണ്ട, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, പ്രത്യേകിച്ച് മക്കളെയോർത്ത് അസ്വസ്ഥരാകേണ്ട. നമ്മുടെ കർത്താവ് സർവശക്തനാണ്, വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന്റെ വിശ്വസ്തതയിൽ എന്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച് ഉണർവോടെ, സന്തോഷത്തോടെ നമ്മുടെ നിരാശയും വിഷാദവും ദുഃഖവും എല്ലാം അകറ്റിക്കളഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുകയാണ്. ഈശോ, ഈശോ, ആമേൻ, ആമേൻ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയിലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ.
ചേർന്ന് പാടിക്കെല്ലാവരും. മക്കളെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ വിശ്വസ്തനായ രാജാവാണ്. ആമേൻ കർത്താവേ. ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ആദിയിലായുസിനെ നീട്ടാനാവുമു നരനുലകിൽ. ഈശോ തരണമേ. വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ, ഹൃദയനുരുക്കത്തോടെ പ്രാർത്ഥിക്കാൻ, കൃതജ്ഞതയോടെ ആരാധിക്കുവാൻ ആത്മാവേ കൃപ തരണമേ, കൃപ തരണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ആത്മാവിൽ ഒറ്റ വിളി. ഈശോയേ, സമൃദ്ധമായ അനുഗ്രഹങ്ങൾ, സമൃദ്ധമായ കൃപകൾ, സൗഖ്യങ്ങൾ, വിമോചനങ്ങൾ ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. ഈശോ, ഈശോ, ഈശോ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ, അത്ഭുതകരമായ ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ, പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ, നാരകീയ ശക്തികൾ ചിതറട്ടെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമുയർത്തി ഒന്നിച്ച് വിളിച്ച് ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കരമടിച്ച്, കരമടിച്ച്. ആമേൻ. പവർ. വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, എത്ര നല്ലവനാണ്. God is good. പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ പാലകനായി. ആമേൻ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയിലായുസിനെ നീട്ടാൻ ആവുമു നരനുലകിൽ. ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ഇത് കർത്താവ് പറയുന്ന വചനമാണ്. ഇത് നമുക്കുള്ള ആലോചനയാണ്, ഇത് നമുക്കുള്ള ദൈവത്തിന്റെ ദൂതാണ്. ആകുലപ്പെടേണ്ട, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ഞാൻ സർവശക്തനാണ്, ഞാൻ വിശ്വസ്തനാണ്. ഈശോയെ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകള്, മനസ്സിന്റെ നൊമ്പരങ്ങള്, മക്കളെ കുറിച്ചുള്ള കർത്താവേ നീറുന്ന പ്രതിസന്ധികള് എല്ലാം അവിടെ ഏറ്റെടുക്കണമേ. ഈശോ, ഈശോ. ഹൃദയം തുറന്ന് വിളിച്ച് ഈശോയെ, സ്നേഹത്തോടെ വിളിച്ച് ഈശോയെ, മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, സർവശക്തനെ, സർവാധിപനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ സന്ദർശിക്കണമേ. സമൃദ്ധമായ കൃപകളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളിൽ ഇടപെടണമേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആദിയലായുസിനെ നീട്ടാൻ ആവുമോ നരനുലകിൽ. എന്തിനാ ദൈവം ഇതിലെ നീ ആകുലപ്പെടുന്നത്? നമുക്ക് ആകുലപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. ആദിയലായുസിനെ നീട്ടാൻ ആവുമോ നരനുലകിൽ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ മക്കളെ എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അവർ സത്യവിശ്വാസത്തിൽ വളരുവാൻ, ദൈവകൃപയിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അനുഗ്രഹങ്ങളായി ഞങ്ങളുടെ മക്കൾ രൂപപ്പെടുവാൻ
അമ്മ മാതാവേ, അമ്മ പ്രാർത്ഥിക്കണമേ. പിതാവേ, തിരുസഭയുടെ സംരക്ഷക, തിരുകുടുംബത്തിന്റെ കാവൽക്കാര, പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ മക്കളെ സമർപ്പിക്കുന്നു. ഇവിടെ അടിമത്തങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ അനുഭവിക്കുന്ന നൂറുകണക്കിന് പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. പിതാവേ, അവിടെ എല്ലാം ഏറ്റെടുക്കണമേ. കർത്താവിന്റെ വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ, മധ്യസ്ഥമേകണമേ. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ എല്ലാവരും ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമം വിളിച്ച് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതൊന്നില്ലാത്ത അഭിഷേക സാന്നിധ്യം സ്വർഗം പകരുകയായിരുന്നു. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു സഹോദരങ്ങളെ. ഒത്തിരിയേറെ മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള് വലിയ വേദനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധങ്ങളായ പ്രശ്നങ്ങളെ ഓർത്ത് മനം തകർന്ന് വലിയ ഭാരത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത് സ്വർഗം കാണുന്നുണ്ട്. മക്കളെ കുറിച്ചുള്ള ആകുലതകള്, കുടുംബത്തിൽ വിട്ടുമാറാത്ത തകർച്ചകള്, കുടുംബ കലഹങ്ങള്, മക്കൾക്ക് വിശ്വാസമില്ലായ്മ, അവിടെ ജീവിതത്തിലുള്ള വിവിധങ്ങളായ പ്രതിസന്ധികൾ, അടിമത്തങ്ങള്, ഇതുമൂലം മനം കലങ്ങി ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മോനിക്ക പ്രയർ ഈ ശുശ്രൂഷയിൽ സ്വർഗം കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ വചന വിരുന്നിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ മക്കളെ കുറിച്ചുള്ള വിവിധങ്ങളായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിന് ആവശ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റായി അയയ്ക്കുക, മെസ്സേജായിട്ട് അയയ്ക്കുക. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ നിയോഗങ്ങളെല്ലാം ടെക്സ്റ്റ് ചെയ്യുക. മടിക്കരുത്, നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് സർവശക്തനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നവനോ നമ്മൾ ഉപേക്ഷിക്കുന്നവനോ അവഗണിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹെബ്രായർ 13:5 പറയുന്നുണ്ട്, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗം തരുന്ന പ്രവചന വചനമാണിത്. ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. ഇത് കർത്താവിൻ്റെ വചനമാണ്. സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാം തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ഹൃദയം തകർന്നിരിക്കുന്ന ആയിരങ്ങളെ നോക്കി ആത്മാവ് പറയുകയാണ്, ഒരു അമ്മയെപ്പോലെ മാതൃവാത്സല്യത്തോടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം ലഭിക്കുവാൻ, ആശ്വാസത്തിനായി ആഗ്രഹിക്കുന്ന 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നമ്മോടെ പരിശുദ്ധാത്മ പറയുന്നത്, ഒരു അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ഞാൻ നിനക്ക് സ്വാന്തനം തരികയും ചെയ്യും. ഞാൻ നിനക്ക് കംഫർട്ട് തരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ വചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 14:1 ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഹൃദയം അസ്വസ്ഥമാകേണ്ട, മക്കളെ ഓർത്ത് അസ്വസ്ഥമാകേണ്ട. അവിടെ ജീവിതത്തെ ഓർത്ത്, അവിടെ ജീവിതത്തിലെ തകർച്ചകളെ ഓർത്ത്, വിശ്വാസമില്ലായ്മയോർത്ത്, അനുസരണക്കേടുകളെ ഓർത്ത്, വിപരീത ബുദ്ധികളെ ഓർത്ത്, അവിടെ ജീവിതത്തിൽ വന്നുപോയ ചില അശുദ്ധികളെ ഓർത്ത്, തെറ്റായ ബന്ധങ്ങളെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവീൻ,
എന്നിലും വിശ്വസിക്കുവീൻ. ആമേൻ. ഇത് ദൈവമായ കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. സഹോദരങ്ങളെ, വിശ്വാസത്തിന് വലിയ പവറുണ്ട്. കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവിന്റെ പ്രവർത്തികളിൽ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് ഡെലിവറൻസ് ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഈ ദൈവ പ്രവൃത്തി എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റണമെങ്കിൽ സംശയിക്കാതെ വിശ്വസിക്കുക. കർത്താവിന്റെ വചനത്തിൽ ഹൃദയം ഉറപ്പിക്കുക. ഹൃദയം അസ്വസ്ഥമാകേണ്ട, വിശ്വസിക്കുക. എൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, എൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുക. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. സഹോദരങ്ങളെ, ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഈ വചനം കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കൂ, എൻ്റെ ബ്രദറെ, ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, എങ്ങനെ ആകുലപ്പെടാതിരിക്കുക? അത്രമാത്രം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, വലിയ തകർച്ചകൾ നിങ്ങൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ ഓർത്ത് ഒരുപാട് ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. ഒരു പഠനത്തിൽ പരാജയം, വിശ്വാസ ജീവിതത്തിൽ പരാജയം, കുടുംബത്തിൽ അവർ അസ്വസ്ഥയുണ്ടാക്കുന്നു, അനുസരിക്കുന്നില്ല, വിപരീത ബുദ്ധി, പലരും മറുതലിക്കുന്നു. എങ്ങനെ അസ്വസ്ഥപ്പെടാതിരിക്കും? എങ്ങനെ ആകുലപ്പെടാതിരിക്കും? ഇപ്രകാരം ചിന്തിക്കുന്ന അനേകര് നമ്മുടെ ഇടയിലുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കാ പ്രതിസന്ധികളില്ലാത്ത? നമുക്ക് ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത? 100 പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ പറയുന്ന എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെ ഉത്തരവാദിത്തം എന്താ? നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കി അസ്വസ്ഥപ്പെട്ട് ആകുലപ്പെട്ട് നമ്മൾ നിരാശിതരും വിഷാദത്തിലേക്കും പോകാതെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നമ്മൾ നോക്കണം. ആത്മാവ് പറഞ്ഞില്ലേ, ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശപ്പെടുന്ന സമയങ്ങളിൽ, ഹൃദയം തകരുമാറ് പല ഞെരുക്കങ്ങളും പ്രതിസന്ധികളും നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന നേരങ്ങളിൽ, സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് നോക്കി ശക്തി ആർജിക്കണം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കാതെ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് സമൃദ്ധമായ അനുഗ്രഹത്തിലേക്ക് നമ്മൾ വരണം. ആത്മാവ് പകരുന്ന അനന്തമായ അഭിഷേകത്തിൻ്റെ നിറവ് ഞാനും നിങ്ങളും പ്രാപിക്കണം. ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഈശോയെ, നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവരെ ടെന്നി ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ജോസഫ് തൃശ്ശൂർ, ടോണി പാലക്കാട്, ആന്റണി കൊല്ലം, അതുപോലെ തന്നെ നിമ്മി ലിജോ മാളയിൽ നിന്നാണ്, വിശാൽ പാമ്പാടി, ധോണി മാള, വിഷ്ണു കോട്ടയം, അതുൽ ജോർജ് പള്ളിപ്പുറം, ആനന്ദ് അങ്കമാലി, അജി ചാവക്കാട്ടിൽ നിന്ന്, റയാൻ ഈരാറ്റുപേട്ടയിൽ നിന്ന്, സുനിൽ മണ്ണുത്തി, ആഷിഖ് മഹമ്മൂദ്, 100 കണക്കിന് മക്കൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, ആകുലപ്പെടേണ്ട. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന പ്രവചന വചനങ്ങളാണിത്, വിശ്വാസത്തിന്റെ വചനങ്ങളാണിത്, സൗഖ്യത്തിന്റെ വചനങ്ങളാണിത്. സംശയിക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കുക. ഈ വചനത്തിന്റെ ശക്തി നീ ഏറ്റെടുക്കുക. ഒരു ഫോൺ കോൾ നമുക്ക് വരുന്നു, നമുക്ക് ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ മകൻ ജോയലിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നത്. എന്താണ് ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്?
ജോയലിന് പള്ളിയിൽ പോവാൻ ഒത്തിരി മടിയാണ്. അപ്പൊ ഞായറാഴ്ച ഈശോ. പോലും പള്ളിയിൽ വരുന്നില്ല. ജോയലിന് എന്ത് പ്രായമുണ്ട് ഇപ്പോ? 15 വയസ്സ്. ഇപ്പൊ +1 പഠിക്കാണ്. +1 പഠിക്കുന്നവനെ വിശ്വാസ കാര്യങ്ങളിൽ താല്പര്യമില്ല അല്ലേ? പള്ളി വരുന്നില്ല. ഇല്ല, കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ ഭയങ്കര മടിയാണ്. ദൈവം ഇല്ല, വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെയാണ് പറയുന്നത് പ്രാർത്ഥനയെ പറ്റിയിട്ട്. കർത്താവേ, അങ്ങനെ നിരീശ്വര ചിന്തകൾ, എത്തീസ്റ്റ് ചിന്തകളിൽ അവൻ അടിമപ്പെട്ടു പോയാൽ വിഷമിക്കേണ്ട കേട്ടോ. ജോയലിന് ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. സഹോദരി വിഷമിക്കരുത്. കർത്താവിന്റെ ഇപ്പൊ നമ്മൾ കേട്ടില്ല, ആകുലപ്പെടണ്ട. ഇത് നമുക്കുള്ള ദൈവത്തിന്റെ വചനം, അത് ആകുലപ്പെടണ്ട. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നില്ലേ? ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുക. ആകുലപ്പെടാതെ നമ്മുടെ മക്കളെ കർത്താവിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവ് നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. സഹോദരി വിശ്വസിക്കുന്നുണ്ടോ? ഈ കേൾക്കുന്ന എല്ലാവരും ഇത് വിശ്വസിച്ചോ. ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവും നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കില്ല. ജോയലിനെ പോലെ വിശ്വാസം നഷ്ടപ്പെട്ട് കുദാശകൾ വേണ്ട, സഭ വേണ്ട, പ്രാർത്ഥന വേണ്ട എന്ന് ചിന്തിച്ച് അവിശ്വാസത്തോടെ നിരീശ്വര ചിന്തകളിൽ എത്തീസ്റ്റുകളായി ഫ്രീ തിങ്കേഴ്സായി കഴിയുന്ന ആയിരക്കണക്കിന് മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നമ്മുടെ മക്കളാണ് ഇതൊക്കെ, അവരിൽ അഭിഷേകം ഇറങ്ങണം, ആത്മാവിന്റെ തീ ഇറങ്ങണം, ആത്മാവിന്റെ തീ കത്തണം, പൈശാചിക കെട്ടുകൾ പൊട്ടണം, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, യുക്തിവിചാരത്തിന്റെ എല്ലാ പൈശാചിക പീഡകളും യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകാം. കരമുയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹ വർഷം നൽകണമേ, അനുഗ്രഹത്തിന്റെ വചനങ്ങൾ, സൗഖ്യത്തിന്റെ വചനങ്ങൾ, വിമോചനത്തിന്റെ വചനങ്ങൾ, അഭിഷേകത്തിന്റെ വചനങ്ങൾ നൽകി ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ. ഓ സ്പിരിറ്റ് മൂവ്. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കരം പിടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കരം പിടിച്ച് സ്തുതിച്ച്. യേശു സർവശക്തൻ, യേശു സർവാധിപൻ, യേശു സകലത്തിനും മതിയായവൻ, അവനൊന്നും അസാധ്യമല്ല. കരം പിടിച്ച് സ്തുതിക്കേ എല്ലാവരും. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. അതൊന്ന് ഉറപ്പോടെ പറഞ്ഞു പാടുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര കുഞ്ഞുങ്ങളാണ് വിശ്വാസം നഷ്ടപ്പെട്ട് പ്രാർത്ഥന വേണ്ട, കുദാശകൾ വേണ്ട, ആരാധന വേണ്ട, ഇതൊക്കെ സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്ന പരിപാടിയാന്ന് ചിന്തിച്ച് നടക്കുന്നത്. സഹോദരങ്ങളെ, ഹൃദയനിർക്കത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മോട് സംസാരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. 6:27 എന്താ പറയുന്നത്? ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? എത്ര മനോഹരമായ വചനമാണ്. ആർക്കതിൽ ഉത്കണ്ഠയില്ലാത്ത? നമുക്കെല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. ഉത്കണ്ഠയില്ലാത്തൊരു മനുഷ്യനും ഈ ലോകത്തിലില്ല സഹോദരങ്ങളെ. പക്ഷെ അമിതമായ ഉത്കണ്ഠ, അമിതമായ ആകുലത, ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒക്കെയുള്ള അമിതമായ ഉത്കണ്ഠകൾ, അത് നമ്മളെ നശിപ്പിക്കും, നമ്മളെ തകർത്ത് കളയും. ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഉത്കണ്ഠപ്പെട്ടിട്ട് ആയുസ്സിൻ്റെ 1 മുഴമെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും കൂട്ടുവാൻ, വർദ്ധിപ്പിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ മനോഹരമായൊരു ചോദ്യം അത്. സഹോദരങ്ങളെ, ഉത്കണ്ഠ അത് നമ്മളെ നശിപ്പിക്കും. കർത്താവിൻ്റെ കരുതലിലും കർത്താവിൻ്റെ വിശ്വസ്തതയിലുമുള്ള വിശ്വാസക്കുറവുമാണ് നമ്മൾ ഉത്കണ്ഠാകുലരായി മാറുന്നതിന് കാരണം.
നമ്മൾക്ക് ഉത്കണ്ഠയും ആകുലതയും വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ, ഉറപ്പെനിക്കുണ്ടെങ്കിൽ, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, തകർച്ചകളാകട്ടെ, സഹനങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, അതിൻ്റെ നടുവിലും ഞാൻ എൻ്റെ വിശ്വാസ ഉച്ചത്തിൽ പ്രഖ്യാപിക്കും. എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്നും അവിടത്തേക്ക് എല്ലാം സാധ്യമാണെന്നുള്ള ആ ഉറപ്പിൽ ജീവിക്കുന്ന ഒരു ആത്മാവിൽ ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ല. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ആകുലചിത്തരാകുന്നത്? ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും നീട്ടാൻ പറ്റുമോ? അത് വേസ്റ്റ് സഹോദരങ്ങളെ. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കും. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താ സ്ലീഹ പറയുന്നത്? നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം, നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മളെ മക്കളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ വിശ്വസ്തനായ ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി നമ്മളെ സന്ദർശിച്ച് നമ്മെ സമ്പന്നമാക്കുവാൻ മതിയായ ദൈവം. നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ, അവരുടെ ജീവിതത്തിന്മേലുള്ള പൈശാചിക കെട്ടുകൾ എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, അതിൽ നിന്നെല്ലാം അവരെ വീണ്ടെടുത്ത് സത്യവിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, കൃപയിൽ, സ്നേഹത്തിൽ, അനുസരണത്തിൽ അവരെ വളർത്തുവാൻ ശക്തനും അതിയായവനുമാണ് നമ്മുടെ കർത്താവായ യേശു. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസ്തനായ രാജാവ്, വിശ്വസ്തനായ കർത്താവ്, സകലത്തിനും അതിയായ ദൈവം. ഓ, സ്തുതിക്കുന്നു. എന്തിനാ സംശയിക്കണേ? എന്തിനാ ആകുലപ്പെടണേ? എന്തിനാ വിഷാദിക്കുന്നത്? ഒന്ന് ഹൃദയം ഉറപ്പിച്ച്, കർത്താവിൻ്റെ വിശ്വാസത്തിൽ ഹൃദയം ഉറപ്പിച്ച്, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനമാണിത്. വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷകളും ബന്ധത്തിലും, പ്രത്യേകിച്ച് ഷെക്കന ന്യൂസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഇതിൻ്റെ പല കാര്യങ്ങളിലും പല വിധത്തിലുമുള്ള ഒരുപാട് ക്ലേശങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, പല വിധത്തിലും പിശാച് നമ്മളെ തകർക്കുവാൻ സാത്താന്യ പോരാട്ടങ്ങൾ, അവൻ്റെ കുതന്ത്രങ്ങൾ, ഇതെല്ലാമായി അവൻ നമ്മളെ ആക്രമിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെയുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. പക്ഷെ അസ്വസ്ഥരാകേണ്ട, വിളിച്ച കർത്താവ് കൂടെയുണ്ട്. കർത്താവ് ചേർത്ത് പിടിച്ചിരിക്കുക. കർത്താവിൻ്റെ ചങ്കില അവിടുന്ന് എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നത്. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ആരെയാ ഭയപ്പെടുന്നത്? ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ വചനം എനിക്ക് ഒരുപാട് ആശ്വാസം തരാറുണ്ട്. നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കൂ. ഹല്ലേലൂയ. വിശ്വസ്തനായ കർത്താവ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. എന്താണ് വിശ്വസ്തയുടെ പ്രത്യേകത? അവിടുന്ന് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. ഒരിക്കലും കർത്താവിനായ ആര് ജീവിതം കൊടുത്തുണ്ടോ, കർത്താവിനെ ആര് സ്നേഹിക്കുന്നുണ്ടോ, ആര് കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടോ, ആത്മാർത്ഥമായി കർത്താവിനെ ആര് പിൻപറ്റുന്നുണ്ടോ, അവരുടെ നാശം ഒരിക്കലും സംഭവിക്കില്ല. അവർ ലജ്ജിതരാവില്ല. അവരെ പോറ്റുവാൻ, കാക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കാൻ ഏത് സാഹചര്യത്തിലും കർത്താവ് ശക്തനാണ്. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നു. നമ്മുടെ കർത്താവ് നല്ലവനാണ്, നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. ആമേൻ. കരമടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നമുക്ക് ചില പ്രാർത്ഥനാ നിയോഗങ്ങള് ആവശ്യപ്പെടുന്നവരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി കൂടി ഇത് പ്രാർത്ഥിച്ചു പോകാം. നിങ്ങളുടെ നിയോഗങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ജോസ്മോൻ ആലപ്പുഴയിൽ നിന്നാണ്.
ജോയൽ കൊടുങ്ങല്ലൂർ, സിജു ബാംഗ്ലൂരിൽ നിന്ന്, സിനിൽ തിരുവനന്തപുരം, രഞ്ജിത്ത് അങ്കമാലി, ഷിബു ജോസഫ് കൊല്ലം, പിജു മറ്റം, ആൻമരിയ കുവൈറ്റിൽ നിന്ന്, റെമിൻ വരാപ്പുഴയിൽ നിന്ന്, എൽദോസ് മുഴുവന്നൂരിൽ നിന്ന്, മനോജ് മൂവാറ്റുപുഴയിൽ നിന്ന്, ജൂലി ആലപ്പുഴ, ജോബിൻ നെയ്യാറ്റിങ്കരയിൽ നിന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്കൊരു ഫോൺ അറ്റൻഡ് ചെയ്യാം. നമുക്കത് ശ്രദ്ധിച്ച് ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇതുപോലെ വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രാർത്ഥന സഹായം ആവശ്യമുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ജീസസ് ജീസസ്. ഹലോ. പ്രൈസലോ. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന നിയോഗം എന്താണ്? ഹലോ. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. മകന് വിവാഹ പരീക്ഷയുണ്ട്, അതുപോലെ കുറവ്, അപ്പൊ ഓൺലൈനിൽ പൈസ കളയാ. രണ്ടാമത്തെ മകന് നമുക്ക് പ്രാർത്ഥിക്കാം. വോയിസ് എന്തോ ബ്രേക്കായി പോകുന്നുണ്ട് കേട്ടോ. വിഷയം എന്താണെങ്കിലും കർത്താവിനെ സമർപ്പിച്ചോ. മക്കളുടെ പേര് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇനി പേര് പറയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അവരിൽ ദൈവാത്മാവിൻ്റെ അഗ്നി ഇറങ്ങാൻ, കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി എന്താ കാര്യം ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനെ കിട്ടിയില്ല, വോയിസ് ഒന്ന് ബ്രേക്കായി പോയി. എങ്കിലും നമുക്ക് ഒത്തിരി പേരിങ്ങനെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് സമയം കളയാനില്ല. നമുക്ക് ഈ സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി, അവിടെ മക്കൾക്ക് വേണ്ടി, ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഒപ്പം പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഒരു മനസ്സോടെ യേശുനാമം വിളിച്ച്, ഒരു മനസ്സോടെ യേശുനാമം വിളിച്ച്, വിശ്വാസത്തോടെ യേശുവിന്റെ നാമം വിളിച്ച്, അവന്റെ അത്ഭുത നാമം, രക്ഷാനാമം, കൃപാനാമം, അനുഗ്രഹിക്കുന്ന നാമത്തെ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, അനോയിന്റിംഗ് നൽകണമേ. കൃപ വേണം അപ്പാ കർത്താവേ, കൃപ വേണം, കൃപ വേണം. അധികമായ കൃപ, അധികമായ ശക്തി, അധികമായ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. ആമേൻ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, മക്കൾക്ക്. ചേർന്ന് പാടുന്നു. കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക് കൃപ ചൊരിയണമേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, മക്കൾക്ക്. ആഗ്രഹത്തോടെ വെറുതെ കൃപ വേണം. യെസ് യെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണമപ്പ ഈ മക്കൾക്ക്, മക്കൾക്ക്, മക്കൾക്ക്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപൊഴിക്കട്ടെ, കൃപൊഴിക്കട്ടെ. ആത്മാവിന്റെ തീ പടരട്ടെ, തീ, തീ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. എന്ത് ഭാരവും പ്രയാസവും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളും ഉണ്ടാവട്ടെ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിങ്ങൾ വിശ്വസിക്കുക. അവിടുന്ന് തൻ്റെ വിശ്വസ്തതയ്ക്ക് അനുസൃതം പ്രവർത്തിക്കും. നമുക്ക് വേണ്ട സൗഖ്യം, നമുക്ക് വേണ്ട വിമോചനം, നമുക്ക് വേണ്ട അത്ഭുതങ്ങൾ, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, ഇതെല്ലാം കർത്താവ് പ്രദാനം ചെയ്യും. നമ്മൾ സംശയിക്കേണ്ട സഹോദരങ്ങളെ. ശലൂക്കാട് സുവിശേഷം 1:37 ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മ മാതാവിനെ അറിയിച്ചൊരു സന്ദേശമാണ്. എന്താണ് പറഞ്ഞത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. എല്ലാവരും വിശ്വാസത്തോടെ വചനം ഏറ്റു പറഞ്ഞ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഓരല്ലോ ആ സംശയമൊക്കെ മാറ്റി, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം മാറ്റി, നിരാശ മാറ്റി, വേദനകളും ദുഃഖങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഉച്ചത്തിൽ അങ്ങ് ഈ വചനം അത്ഭുതം ചെയ്യാൻ പോവുക. ഈ വചനം അനേകരെ വിടിവിക്കാൻ പോവുക. ലൂക്കോസ് 1:37 ഈ വചനം അയച്ച് അനേകരെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക.
ഒന്നിച്ചു പറഞ്ഞ് ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുവോ? എന്ന് ഉറക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 17:1 എന്തുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തത്? നിങ്ങൾ ശ്രദ്ധിച്ചേ. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, ഐ ആം ഓൾമൈറ്റി ഗോഡ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എന്തുകൊണ്ടാണ് അസാധ്യമല്ലാത്തത്? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്, ഒന്നും അസാധ്യമല്ല. സർവശക്തനായ ദൈവം, വല്ലഭത്വമുള്ള ദൈവം, മഹത്വപൂർണനായ ദൈവം, സകലത്തിന് മേലും ആധിപത്യം അധികാരമുള്ളവനായ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ നമ്മുടെ മക്കളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ, മക്കളെ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും എടുത്തു മാറ്റി നമ്മുടെ മക്കൾക്ക് ആവശ്യമായ കൃപാദാനങ്ങൾ പകർന്നു കൊടുക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മാതാപിതാക്കളുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട് ദൈവസന്നിധിയിൽ. ഒരപ്പനും അമ്മയും ചങ്ക് പൊട്ടി വിശ്വാസത്തോടെ നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്ക് ഒരിക്കലും കർത്താവ് ഉത്തരം തരാതിരിക്കുകയില്ല. ഉത്തരം നിശ്ചയമായിട്ട് തരും. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളിലും വേദനകളിലും ദുരിതങ്ങളിലും നമ്മളിങ്ങനെ ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് നിരാശിതരായി വിഷാദിച്ച് നമ്മൾ നരകതുല്യമായി ജീവിക്കാനാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ പ്രതിസന്ധികളിൽ, മക്കളെക്കുറിച്ചുള്ള വേദനകളിൽ, നൊമ്പരങ്ങളിൽ, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിലുള്ള പലവിധ അടിമത്തങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകളിൽ നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. നമ്മൾ വചനത്തിലൂടെ പഠിച്ചു, യാക്കോബിന്റെ ലേഖനം 5:13 നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. 51-ാം സങ്കീർത്തനം 17-ാമത്തെ വചനം നമുക്ക് സുപരിചിതമായ വചനമാണ്. ആ വചനം ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് 51:17 എന്താ പരിശുദ്ധ വചനം പറയുന്നത്? ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. എത്ര പവർഫുള്ളാണ് ഈ വചനം! ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ, മക്കളെയോർത്തുള്ള മാതാവേ, പിതാവേ, എൻ്റെയും നിൻ്റെയും ഹൃദയ നുറുക്കത്തെ നിരസിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. മക്കളെയോർത്തുള്ള നമ്മുടെ നിലവിളികൾ, നമ്മുടെ ഹൃദയ വേദനകൾ, അവർക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, യാചനകൾ, അത് സ്വീകരിക്കാതെ പോകുന്ന ഒരു ക്രൂരനല്ല നമ്മുടെ ദൈവം. നുറുങ്ങിയ ഹൃദയത്തൊരിക്കലും കർത്താവ് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സാണ്, തകർന്ന ഹൃദയമാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അനേകരെ കർത്താവ് ഇപ്പോൾ മുദ്രവെക്കുകയാണ്, മുദ്രവെക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്, വിമോചിപ്പിക്കുകയാണ്. ഈശോയെ, ഈശോയെ, ഈശോയെ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എത്ര നല്ലവനാ കർത്താവേ. 34-ാം സങ്കീർത്തനം 17-18 വചനങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. നമ്മൾ നിലവിളിക്കണ മക്കളെ പ്രതി, അവരനുഭവിക്കുന്ന പീഡകളെ പ്രതി, അവരുടെ വിശ്വാസമില്ലായ്മയെ പ്രതി, അവരുടെ ധാർമ്മികമായ തകർച്ചകളെ പ്രതി, കൗദാശിക ജീവിതം നഷ്ടപ്പെട്ടതിനെ പ്രതി, അനുസരണക്കേടിനെ പ്രതി, തെറ്റായ ബന്ധങ്ങളെ പ്രതി, കുടുംബത്തോടും മാതാപിതാക്കളോടുമുള്ള മറുതലിപ്പിനെ പ്രതി,
ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് ചങ്ക പൊട്ടി കരയുമ്പോൾ, മക്കൾക്ക് വേണ്ടി ഓരോ അപ്പനും അമ്മയും നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? നിലവിളിക്കുമ്പോൾ കർത്താവ് അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ആമേൻ. നമ്മുടെ നിലവിളി കേൾക്കുന്നു. തുടർന്ന് എന്താ വചനം പഠിപ്പിക്കുന്നത്? അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. അവിടെ അനുഭവിക്കുന്ന പീഡകളിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് കർത്താവ് അവരെ വിമോചിപ്പിക്കുന്നു. 18-ാമത്തെ വചനം പറയുന്നു. എന്താ 18-ാമത്തെ വചനം പറയുന്നത്? 34:18 പറയാണ്, അവിടെ നിന്ന് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവരെ, ആ വചനം ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നു. കർത്താവ് രക്ഷിക്കുന്നു. സഹോദരങ്ങളെ, എത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ മക്കളെ ഓർത്തുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നിങ്ങൾ കുടുംബങ്ങളിലോ വിവിധ ദേശങ്ങളിലോ രാജ്യങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദനകൾ, ഉത്കണ്ഠകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് നിലവിളിക്കാൻ പോവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആത്മാവിന്റെ തീയിറങ്ങുന്ന സമയം, ആത്മാവിന്റെ കാറ്റടിക്കുന്ന സമയം, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഒഴുകപ്പെടുന്ന സമയം, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ സന്ദർശിക്കുന്ന സമയം. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഹൃദയം തുറന്ന് വിശ്വസിച്ച് കരമുയർത്തി മക്കൾക്ക് വേണ്ടി വിളിക്കുന്നു. യേശുവേ, തലമുറകൾക്ക് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ച്, വിശ്വാസത്തോട് വിളിച്ച ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. കർത്താവിന്റെ ദയ വെളിപ്പെടട്ടെ, കർത്താവിന്റെ നന്മ വ്യാപരിക്കട്ടെ. ഓരോ കുഞ്ഞിലേക്കും, ഓരോ കുടുംബത്തിലേക്കും കർത്താവിന്റെ നന്മ ഒഴുകട്ടെ. ഈശോ, ഈശോ, ഈശോ. ആമേൻ. ഗ്ലോറി. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. ഈശോ, നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. സ്തുതി എന്നും അവനെ, സ്തുതി എന്നും അവന്, സ്തുതി എന്നും അവനെ, സ്തുതി എന്നും അവന്, സ്തുതി എന്നും അവനെ, സ്തുതി എന്നും അവന്. ഈശോയേ, ഈശോയേ, ഞങ്ങളുടെ ഏക രാജാവേ, ഏക കർത്താവേ, ഞങ്ങളുടെ മക്കളിലേക്ക് ആത്മാവിന്റെ തീയിടുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ, ആമേൻ. കർത്താവ് വീണ്ടും നമുക്ക് തരുന്ന പ്രോമിസ്, വാഗ്ദാന വചനം എന്താണ്? യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 5-ാമത്തെ വചനം. നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്യുന്നത്? നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രമിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ ദർശിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, എന്തുമാത്രം ആശ്വാസം തരുന്ന വചനമാണിത്. നമ്മുടെ ഹൃദയത്തെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന വചനം. നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രമിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. കരമടിച്ച കർത്താവിനെ സ്തുതിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച്, സ്തുതിച്ച്, സ്തുതിച്ച്. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും നിയോഗങ്ങൾ അയച്ചോട്ടോ. അതിൽ മടി കാണിക്കേണ്ട സഹോദരങ്ങളെ. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് മക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ ആകുലതകളാണ് ഇതിൽ കൂടുതലായിട്ട് അയക്കേണ്ടത്. ഒരുപാട് മക്കൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. കർത്താവേ,
ആൽബിൻ തൊടുപുഴയിൽ നിന്ന്, ജോർജ് US, ക്രിസ്റ്റീൻ തൊടുപുഴയിൽ നിന്ന്, സിജോ ചെട്ടിക്കുളം, ഗംഗ ചങ്ങനാശ്ശേരി, ജോയൽ തൃശ്ശൂരിൽ നിന്ന്, വിനോദ് ചങ്ങനാശ്ശേരി, എൽദോസ് നീല തൃശ്ശൂരിൽ നിന്ന്, ജിലി കുമളിയിൽ നിന്ന്, നിബി ആന്റണി തിരുവനന്തപുരത്ത് നിന്ന്, റോബിൻ പൊൻകുന്നത്തിൽ നിന്ന്, ജേക്കബ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, ഒരുപാട് മക്കൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്കൊരു ഒത്തിരി കോളുകൾ വരുന്നുണ്ടെങ്കിലും ഏതാനും ചില കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ കോളൊന്ന് ശ്രദ്ധിക്കാം. ആ പ്രാർത്ഥന സഹായത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജീസസ്, ജീസസ്, പറഞ്ഞോ ജീസസ്, ഈശോയെ പറഞ്ഞോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? എന്തോ ആരാധന അമ്മച്ചി പറഞ്ഞോ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? സമാധാനം സന്തോഷവും കൊടുക്കണം. ഓക്കെ, സമാധാനം സന്തോഷത്തിന് വേണ്ടി അല്ലേ? മക്കൾക്ക് വേണ്ടി ഓർക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാമോ? പലരും പല നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ഒത്തിരി നിയോഗങ്ങളും ആ വോയിസ് എന്തൊക്കെയോ ആകെ ഒരു ബഹളം കേൾക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അമ്മച്ചിയുടെ ആ നിയോഗം എന്തുമാവട്ടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ടെക്നിക്കൽ ടീം ഒന്ന് ക്രമീകരിക്കും, നന്നായിരിക്കും കേട്ടോ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമം വിളിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും, വിമോചനം പ്രാപിക്കും. കർത്താവിന്റെ സ്നേഹത്തിൽ, കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു. ഈശോയെ, സൗഖ്യത്തിന്റെ വചനങ്ങൾ പകരണമേ, കൃപയുടെ വചനങ്ങൾ പകരണമേ, അനുഗ്രഹത്തിന്റെ വചനങ്ങൾ അയക്കണമേ, സൗഖ്യത്തിന്റെ വചനങ്ങൾ പകരണമേ. അത്ഭുത ഹീലിംഗ് ഉണ്ടാകട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. കർത്താവേ, എല്ലാ പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ആമേൻ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവിടെ പ്രതിസന്ധികൾ അവർ അനുഭവിക്കുന്ന തകർച്ചകൾ, അടിമത്തങ്ങൾ എന്തുമാകട്ടെ, ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ദൈവവചനത്തിൽ വിശ്വസിക്കുക. നമ്മൾ കർത്താവിൻ്റെ പ്രവർത്തികളിൽ സംശയിക്കരുത്. ചിലർ ചിന്തിക്കുക, എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ മുറുകി വരാന്നല്ലാതെ ഒരു അളവ് കിട്ടുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മക്കൾക്ക് ഒരു അനുതാപം വരുന്നില്ല. ഒരാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നില്ല. അവർ കൂടുതൽ വഷളത്തരങ്ങളിലേക്ക് പോകുന്നു. അവർ കൂടുതൽ ചീത്തയായി മാറുന്നു. അവരുടെ ബന്ധങ്ങൾ വഷളാകുന്നു. അനുസരണക്കേട് വർദ്ധിക്കുന്നു. മറുതലിപ്പ് വർദ്ധിക്കുന്നു. പല അഡിക്ഷൻസ് കൂടിക്കൂടി വരുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ സംശയിക്കാതെ ആര് വിശ്വസിക്കുന്നുവോ, നമ്മുടെ സമയത്തോ നമ്മുടെ നേരത്തോ ആയിരിക്കണമെന്നില്ല. കർത്താവിൻ്റെ സമയത്തിൽ, കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന നേരത്ത് നിശ്ചയമായും അവിടുത്തെ പ്രവർത്തികൾ വെളിപ്പെടും. സഹോദരങ്ങളെ. കാരണം ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ലെന്ന് പറഞ്ഞത് ആരാ? നമ്മുടെ കർത്താവായ യേശുവാണ്. വചനത്തിന് മാറ്റമില്ല. എന്തെല്ലാം മാറി മറിഞ്ഞാലും ദൈവവചനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. മാറാത്ത വചനം, എന്നും നിലനിൽക്കുന്ന വചനം. ആ വചനം എന്താ പറയുന്നത്? നമ്മൾ വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. എന്ത് സംഭവിക്കും? യോഹന്നാന്റെ സുവിശേഷം 11:40 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? യോഹന്നാൻ 11:40 യേശു മറിയത്തോട് പറയുന്ന വാക്കാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. യോഹന്നാൻ 11:40 എന്താ പറയുന്നത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വാസത്തിന് അത്രയും ശക്തിയുണ്ട് സഹോദരങ്ങളെ. എന്തുമാത്രം അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നിങ്ങൾ പങ്കുവെക്കാനുണ്ടെന്നറിയോ?
വിശ്വസിച്ചതിനെ പ്രതി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, കുടുംബത്തിൽ, മക്കളിൽ, തൊഴിൽ മേഖലകളിൽ, ജീവിത നിയോഗങ്ങളിൽ ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ, നന്മകൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാവരും ഒന്നിച്ചേറ്റു പറഞ്ഞ് എന്താ പറയുന്നത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം ദർശിക്കും. വീണ്ടും മാർക്കോസ് 9:23 എന്താ പറയുന്നത്? ഈശോ പറഞ്ഞു, കഴിയുമെങ്കിലൊന്നു വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ദൈവത്തിന്റെ വചനം പറയാണ്, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. എല്ലാ കാര്യങ്ങളും സാധിക്കും. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ആര് വിശ്വസിക്കുന്നുവോ, ഞാൻ ആദ്യമേ പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ ഉത്കണ്ഠയ്ക്ക്, ആകുലതകൾക്ക്, നിരാശയ്ക്ക്, വിഷാദത്തിന് യാതൊരു സ്ഥാനവുമില്ല. നിരാശയും ഇടയ്ക്കൊക്കെ ഒരു ദുഃഖവും കുറച്ചൊക്കെ ഒരു വിഷമമൊക്കെ വരുമ്പോൾ ഉടനെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ അങ്ങ് ആശ്രയിക്കുമ്പോൾ, വിശ്വാസത്തോടെ വചനം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ ദുഃഖം, വേദന, നിരാശം, വിഷാദം ഇതെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി ദൈവ സ്നേഹത്താൽ നമ്മളെ ഉജ്ജ്വലിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്കുള്ള എഴുതിയ ലേഖനം 5:5, റോമൻസ് ചാപ്റ്റർ 5:5, 5:5 എന്താ പറയുന്നത്? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മക്കളെ പ്രതി, അവരുടെ ജീവിതത്തിൽ വേണ്ട സൗഖ്യം, വിമോചനം, അനുഗ്രഹം, അഭിഷേകം ഇത് സ്വന്തമാക്കാനായി നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ, അവിടുത്തെ പ്രവർത്തികളിൽ വിശ്വസിക്കുമ്പോൾ ആത്മാവ് എന്താ പറയുന്നത്? നമ്മൾ നിരാശരാകുകയില്ല, നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മാതാപിതാക്കളെ, ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഈ വചനത്തിന്റെ കൃപ നമ്മൾ സ്വന്തമാക്കണം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, വിശ്വാസം നമ്മെ നിരാശരാക്കുന്നില്ല, വിശ്വാസം നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു വചനം കൂടി ഈശോ തരികയാണ് ഇതിനുള്ള ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കണം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസം വഴി സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. എൻ്റെ മാതാപിതാക്കളെ, നമ്മൾക്ക് വേദനയുണ്ടെന്നേ, പക്ഷെ അതിനേക്കാൾ വലുതാണ് കർത്താവിൻ്റെ വാഗ്ദാനം, കർത്താവിൻ്റെ പ്രോമീസ്. നമ്മുടെ വിശ്വാസത്തിന് വലിയ പവറുണ്ട്. നമ്മുടെ വിശ്വാസത്തിലൂടെ ആത്മാവിൻ്റെ സമാധാനവും ആത്മാവിൻ്റെ ആനന്ദവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് നിരന്തരം 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 ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ മക്കളെ പ്രതി ദൈവവചനത്തിൽ വിശ്വസിക്കണം. മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, അവർ ആത്മാവിൽ നിറയാൻ വേണ്ടി വിശ്വാസത്തോടെ വചനം ക്ലെയിം ചെയ്ത് ഉച്ചത്തിൽ വചനം പ്രഖ്യാപിച്ച് അവരിൽ ആത്മാവ് നിറയുന്നത് വരെ നമ്മൾ വിശ്വാസത്തോടെ, നിരാശപ്പാടില്ല, തളർന്നു പോകരുത്, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കണം. അത്ഭുതങ്ങളുണ്ടാകും. ഈ മോനിക്ക പ്രയർ, ഇതിൻ്റെ ഈ നമ്മുടെ ശുശ്രൂഷയുടെ പേര് തന്നെ മോനിക്ക എന്നാണ്. തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എത്ര വർഷങ്ങളാണ് മോനിക്കമ്മ പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. മോനിക്കമ്മയ്ക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. ഒരാഴ്ച, 2 ആഴ്ച, 1 വർഷം, 2 വർഷം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല, പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഇല്ല സഹോദരങ്ങളെ, വിശ്വസ്തയോടെ തുടർച്ചയായി വിശുദ്ധയായ മോനിക്കമ്മ പ്രാർത്ഥിച്ചു. അമ്മയുടെ കണ്ണീരിലൂടെ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയിലൂടെ ദുർമാർഗിയായ അഗസ്തീനോസിനെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി സഭയുടെ പിതാവാക്കി ഉയർത്തി.
വലിയ വിശുദ്ധനായി മഹാവിശുദ്ധനാക്കി പരിശുദ്ധാത്മാവ് അഗസ്തീനോസിനെ മാറ്റി. അമ്മയുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ഏതാനും ചില പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങാം. ജിനു ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ബിജോയ് എബ്രഹാം ഉഴവൂരിൽ നിന്ന്, ഷിബു ഉച്ചക്കട, നീനു വിൻസെന്റ് ആലുവയിൽ നിന്ന്, ജെറിൻ ജിതിൻ പൗലോസ്, രഞ്ജിത്ത് പോൾ ജർമ്മനിയിൽ നിന്ന്, ചെന്നി തിരുവല്ലയിൽ നിന്ന്, ജെൻസൺ കൊട്ടിയത്തിൽ നിന്ന്, ജോഹാൻ ജോബി കൊടകരയിൽ നിന്ന്, റിനോയ് പറവൂരിൽ നിന്ന്, ബിനോ കൊല്ലത്തിൽ നിന്ന്, ടോണി കല്ലൂരിൽ നിന്ന്, ജിസ്മോൻ കോട്ടയം, ലിബി കൊട്ടാരക്കരയിൽ നിന്ന്, ജിമി പാലയിൽ നിന്ന്, ജോർജ് ഓസ്ട്രേലിയയിൽ നിന്ന്, ലിജോ ചാലക്കുടിയിൽ നിന്ന്, മോറിൻ കുരിച്ചിയിൽ നിന്ന്, മനുസ്കറിയ ചങ്ങനാശ്ശേരി, രേഷ്മ അങ്കമാലി, സബാസ്റ്റ്യൻ കൊല്ലത്തിൽ നിന്ന്, നീതിൻ ചാലക്കുടി, വിനയ് എറണാകുളം, ക്ലിന്റൺ കൊല്ലത്തിൽ നിന്ന്, അനിൽ ജോയ് തൃശ്ശൂരിൽ നിന്ന്, ആൽഫ്രഡ് മണ്ണുത്തിയിൽ നിന്ന്, ടീന ഇടക്കൊച്ചിയിൽ നിന്ന്, ഒത്തിരി മക്കള് നൂറുകണക്കിന് സഹോദരൻ പ്രാർത്ഥന ചോദിക്കുകയാണ്. നമുക്കൊരു ഫോൺ കൂടി അറ്റൻഡ് ചെയ്യാൻ, നമുക്ക് ഈ പ്രാർത്ഥന സഹായത്തിനായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ഈ വചന ശുശ്രൂഷ ഈശോയ്ക്ക് സമർപ്പിക്കാം. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രോമീസിൽ വിശ്വസിക്കുക. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല, കാരണം അവിടുന്ന് സർവശക്തനാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താ? നമ്മൾ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും വേണ്ടി. ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം നമ്മൾ ഏറ്റുപറയുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ പ്രോമീസിൽ, കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ പ്രവർത്തികളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ, ഡെലിവറൻസുകൾ, സൗഖ്യം, അനുഗ്രഹങ്ങൾ, അഭിഷേക കൃപകൾ ഇതെല്ലാം പരിശുദ്ധാത്മ നമ്മുടെ മക്കളിലേക്ക് പകരും. നമുക്ക് ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാം. പ്രൈസ് ലോർഡ്. പറഞ്ഞോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്താണ് മകന് വേണ്ടി? എന്താ മകന്റെ വിഷയം? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? മകൻ നാട്ടിലില്ല. അവൻ ഇറ്റലിക്ക് പോയിട്ട് 6 വർഷം കഴിഞ്ഞു. ഇറ്റലിക്ക് പോയിട്ട് 6 വർഷമായി. ഇതുവരെ നാട്ടിൽ തിരിച്ചെത്തി പിന്നെ വന്നിട്ടില്ല. തിരിച്ചു വന്നിട്ടില്ല. പിന്നെ അന്നെ വിളിക്കലും ഇല്ല, വല്ലപ്പോഴും ഒന്ന് വിളിക്കും. അവൻ എങ്ങനെയാ അവിടെ പോകുന്ന മറ്റു വിവരങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലേ? കിട്ടുന്നില്ല. പിന്നെ ഒരു സാമ്പത്തികമായിട്ട് സഹായങ്ങളും ഒന്നും തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. അവൻ ഇറ്റലി പോയിന്ന് മാത്രം, പക്ഷെ അതുകൊണ്ട് കുടുംബത്തിന് ഒന്നിനൊരു സഹായമോ ഒരു ആശ്വാസം ഒന്നും കിട്ടുന്നില്ല അല്ലേ? ഇല്ല. നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇതുപോലെ ഒത്തിരി മക്കളുണ്ട് അമ്മച്ചി, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവന് 3 കുട്ടികളുണ്ട്. വിവാഹിതനാണ് അല്ലെ? 3 മക്കളുണ്ട്. അതെ, 3 മക്കളുണ്ട്. മൂത്ത കൊച്ച് 10ാം ക്ലാസ്സിലായി. ഓക്കെ. നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് സമയം വളരെ കുറച്ചുള്ളൂ, അതുകൊണ്ടാണ്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആ മകൻ പേപ്പർ കിട്ടിയിട്ടില്ല, ശരിയായിട്ടില്ല അല്ലേ? അപ്പം അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഇനി ഈ നിയമങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഇതുപോലെ വിദേശത്ത് പോയി വട്ടം കറങ്ങുന്ന ഒത്തിരിയേറെ ആയിരക്കണക്കിന് മക്കളുണ്ട് ജോലി കിട്ടാതെ. വേണ്ട കൃത്യമായ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊന്നും ലഭിക്കാതെ വളരെ വേദനിച്ച് വിഷമിച്ച് തുച്ഛമായ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മക്കൾ വിദേശത്തുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ എല്ലാം ദൈവകൃപ ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒത്തിരിയേറെ നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട്, ഇതെല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അവിടെ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലായിരുന്ന, സമൂഹങ്ങളിലായിരുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുണ്ട്. ഇവിടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിരം തുറന്ന് ഹൃദയം തുറന്ന് ഒന്നിച്ചൊരു മനസ്സോടെ ഒറ്റ വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, കൃപ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, സ്വർഗത്തിന്റെ തീയായി അനേകരിൽ കത്തി പടരണമേ. പൈശാചിക കുരുക്കുകള്, നാരിക കെട്ടുകള്, അന്ധകാര പീഡകള്, സാത്താൻ ആധിപത്യങ്ങള് ആത്മാവെ നിർവീര്യമാക്കണമേ. സ്തുതിക്കുന്നു. എല്ലാവരും വിളിച്ച ഈശോ, കൃപ
ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അഭിഷേകം ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോ, 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 നന്ദി കർത്താവേ. ആമേൻ, ആമേൻ. തുറന്നുള്ള നിയോഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആരാധന ശുശ്രൂഷയിൽ ദിവ്യഗാന സന്നിധിയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആരും അസ്വസ്ഥരാകരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മോനിക്ക പ്രവി ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഷെക്കന ന്യൂസിൽ. നിങ്ങൾ അനേകം മാതാപിതാക്കളെ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. കുടുംബം ഒന്നിച്ചിരുന്ന് കാണണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയണം. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗത്തിൻ്റെ കൃപ കൊണ്ട് നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ കുടുംബങ്ങളാകണം. ഈശോ വസിക്കുന്ന കുടുംബങ്ങളാകണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്നൊന്ന് പറയുകയാണ്. ഒന്നാമതായി, ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ജൂൺ മാസം 30-ാം തീയതി മുതൽ ജൂലൈ മാസം 5-ാം തീയതി വരെ മുരിങ്ങൂർ ഡിവിയൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡുനാമിസ് പവർ ധ്യാനം കർത്താവിനും സഭയ്ക്കുമായി ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട്, കാലത്തിന് പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, അന്ത്യകാല പ്രേക്ഷിതനായ യുഗാന്ത സഭയിൽ ശക്തരായ പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധാത്മ നമ്മളെ സജ്ജമാക്കും. നമ്മൾ ഒരുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും സജ്ജമാക്കുന്ന കൃപയുടെ ഒരു ശുശ്രൂഷയാണ് ഈ ഡുനാമിസ് പവർ ധ്യാനം. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് പങ്കെടുക്കണം. ഡിവൈനിലാണ്. യാത്രാ സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് താമസ സൗകര്യം നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഹൈവേയുടെ തൊട്ടരികിലാണ്, നമുക്കറിയാലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പങ്കെടുക്കുക, കുടുംബസമേതം പങ്കെടുക്കുക. മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രതി യുവജനങ്ങളെ ഒത്തിരി പറഞ്ഞു വിടുക. നമ്മുടെ യുവജനങ്ങളൊക്കെ ആത്മാവിൽ തീ പിടിക്കണം. അവർ സഭയുടെ ശക്തരായ ശുശ്രൂഷകരായി മാറണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ നിറയപ്പെടുവാൻ യുവജനങ്ങൾ കടന്നു വരിക, സമർപ്പിതർ കടന്നു വരിക, കുടുംബസ്ഥർ കടന്നു വരിക, ആത്മായ പ്രേക്ഷിതർ കടന്നു വരിക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് വലിയൊരു കൃപയുടെ അനുഭവമാക്കി ഈ ധ്യാനത്തെ മാറ്റുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാളെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊരു ശുശ്രൂഷയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. നമ്മുടെ കുടുംബങ്ങൾ വലിയ തകർച്ചയിലാണ്. നമ്മുടെ കുടുംബങ്ങൾ രക്ഷയിലോട്ട് വരണം, കൃപയിലോട്ട് വരണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ശുശ്രൂഷ ക്രമീകരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സഹോദരങ്ങളെ, നമ്മൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ കൂടെ ഈറ്റുനോവിൻ്റെ കാലം എന്നുള്ള ശുശ്രൂഷയിൽ പങ്കുവച്ചിരുന്നു. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ നമുക്കുണ്ട്. നിങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കണം. സാമ്പത്തികമായി കർത്താവ് പല വിധത്തിൽ അനുഗ്രഹിച്ച് ഒരുപാട് മക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദാസീനത കാണിക്കരുത്, അനാസ കാണിക്കരുത് സഹോദരങ്ങളെ. പലരും സ്നേഹത്തോടു കൂടി അവരുടെ സമ്പത്തിൻ്റെ ഒരു കൊച്ചു കൊച്ചു ഓഹരികൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകാറുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള പലരുടെയും സ്നേഹസമർപ്പണത്തിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഹായിക്കാനും പ്രാർത്ഥിക്കാനും സാമ്പത്തികമായി കൈത്താങ്ങാനായി അനേകരും മുന്നോട്ട് വരണം. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ നമ്പറുണ്ട്. സങ്കോചം കൂടാതെ നിങ്ങൾ സഹായിക്കുക. പറ്റുന്നവർ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരിക. ചുമ്മാ പറയുന്നതല്ല, ഇവിടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വന്ന് കാണണം. നമ്മുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടറിയണം. സഹോദരങ്ങളെ, അതുപോലെ സഹായിക്കാൻ മനസ്സുള്ള പലരോട് നിങ്ങൾ പങ്കുവയ്ക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാം. 24 മണിക്കൂറും ദിവ്യഗാന സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷകളുണ്ട്. പറ്റുന്നവരൊക്കെ 2 ദിവസമോ 5 ദിവസമോ ഒരാഴ്ചയൊക്കെ ഇവിടെ താമസിച്ച് നമുക്ക് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഈശോയെ ആരാധിക്കാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ദിവ്യഗാന ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആയിരിക്കുന്നോരും വരുവാ
പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ വരുന്നു. നമ്മുടെ കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കുക. ഈശോയെ ഒരു മനസ്സോടെ ആരാധിക്കുന്നു, ഒരേ ഹൃദയത്തോടെ ആരാധിക്കുന്നു. അങ്ങ് മാത്രം പരിശുദ്ധ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധനേ, പരിശുദ്ധനേ, we worship Lord. ഹൃദയം തുറന്ന് ഒന്നിച്ച് ആരാധന. നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, കുടുംബങ്ങളെ സമർപ്പിച്ച്, നിയോഗങ്ങൾ, ആവശ്യങ്ങളെ സമർപ്പിച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഭയഭക്തി ആദരവോടെ എഴുന്നേറ്റ് നിൽക്കാം. സത്യമായും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായി, നമ്മുടെ മക്കളെ വിശുദ്ധീകരിക്കുവാനായി, നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി നമ്മെ സന്ദർശിക്കുവാനായി, ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി ഇതാ നമ്മുടെ ഈശോ നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. വിശ്വാസത്തോടെ അൾത്താരയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുക, യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുക. ഈ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ മക്കളെ കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കുക. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കളെ ഈ ആരാധന ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എന്റെ സഹോദര സഹോദരി, നിന്റെ വേദന എന്തുമാവട്ടെ, നിന്റെ സങ്കടം എത്ര വലുതായിക്കൊള്ളട്ടെ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയും നീ അനുഭവിക്കുന്ന നൊമ്പരവും എന്തുമാത്രം വേദനിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഇതാ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന ശക്തി, നമ്മെ അനുഗ്രഹിക്കുന്ന ശക്തി, നമ്മുടെ മക്കളുടെ മേൽ വെച്ചിരിക്കുന്ന പൈശാചിക കെട്ടുകള് പൊട്ടിച്ചു കളയുന്ന അത്ഭുത ശക്തി, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ശക്തി, നമ്മുടെ മക്കളെ അഭിഷേകം ചെയ്യുന്ന ശക്തി, ഇത് ദിവ്യകാരുണ്യത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനോയിന്റിംഗ്, 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 അനോയിന്റിംഗ്. ആത്മാവിന്റെ തീയിറങ്ങട്ടെ, ആത്മാവിന്റെ കാറ്റടിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. റുഹായുടെ തീ, റുഹായുടെ കാറ്റ് അനേക മക്കളിൽ ഇപ്പോൾ ആഞ്ഞു വീശട്ടെ. Glory, 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 glory. Glory, 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 glory. ഈശോ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി, യുവാക്കൻ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി, യുവാക്കൻ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ഒന്ന് ചേർന്ന് ആത്മാവിൽ ആരാധന, ദിവ്യകാരുണ്യ ഈശോയെ നോക്കി
സാന്നിധ്യം. ആത്മാവേ, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന. ഹല്ലേലൂയ. അഗ്നിയാൽ പവർ, പവർ, അഭിഷേകമേ, ഓ പവർ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. പ്രാർത്ഥനാ നിയോഗങ്ങൾ ചോദിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ജീസസ്. സിജു തോമസ്, അസിന കോതമംഗലം, അന്ന റോസ്, ലിജോ, ലില്ലി, ബിജി, ആൻബിയ, ആൻലിയ, ഇൽസി ആലപ്പുഴയിൽ നിന്ന്, റാബിൻ കട്ടപ്പനയിൽ നിന്ന്, ആഷ്ന, രാജു, റോസിലി, നിഖിൽ ബിജു കരിമണ്ണൂരിൽ നിന്ന്, നികിത ബിജു കരിമണ്ണൂരിൽ നിന്ന്, ഗ്രീഷ്മ തൃശൂരിൽ നിന്ന്, കാതറീന ഷേർലി എറണാകുളത്തിൽ നിന്ന്, മരി ഇടുക്കിയിൽ നിന്ന്, റോണി ചേർപ്പിൽ നിന്ന്, നിമ്മി ടോം കാനഡയിൽ നിന്ന്, എമിലിൻ മേരി, രോഹിത്, ബാബു മുംബൈയിൽ നിന്ന്, റീന, ആൽബിൻ ആന്റണി, ആശീഷ്, ആൻഡോയ്, അനിത ആൻഡോയ്, ജോസഫ് എറണാകുളത്തിൽ നിന്ന്, നിർമ്മല പാലയിൽ നിന്ന്, എഡ്വിൻ ജോസഫ് കുടുംബവും, ബെസ്റ്റോ, റീമ, ടിസി, അഗസ്റ്റിൻ അങ്കമാലിയിൽ നിന്ന്, അവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഒപ്പം ഈ ആരാധന ശുശ്രൂഷയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. നമ്മുടെ മക്കളെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഇവിടെ മേലുള്ള വിശ്വാസമില്ലായ്മയുടെ കെട്ടുകള്, വിപരീത ബുദ്ധിയുടെ കെട്ടുകള്, മറുതലിപ്പിന്റെ കെട്ടുകള്, തെറ്റായ ബന്ധനത്തിന്റെ പ്രണയ കെണിയുടെ കെട്ടുകള്, അവിഹിത ബന്ധങ്ങളുടെ കെട്ടുകള്, അനുസരണക്കേടിന്റെ കെട്ടുകള്, വിവിധ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ, കഞ്ചാവ്, മയക്കമരുന്ന്, മദ്യം, ഈ അഡിക്ഷൻസിൽ നിന്ന്, ആ കെട്ടിൽ നിന്ന്, സ്നേഹരാഹിത്യത്തിൽ നിന്ന്, ഉത്തരവാദിത്വമില്ലായ്മയിൽ നിന്ന്, ഇത്തരത്തിലുള്ള പൈശാചിക പീഡകളിൽ നിന്ന് നമ്മുടെ മക്കൾ കർത്താവിനാൽ വിമോചനം പ്രാപിക്കുവാൻ, കർത്താവിൽ നിന്ന് സൗഖ്യവരിലേക്ക് ഒഴുകപ്പെടുവാൻ, അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, കരമുയർത്തി സ്വരമുയർത്തി ഒന്നിച്ച് ഒരു കുടുംബമായി വിളിക്കുന്നു, യേശുവേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച്, ശക്തിയോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച് നമ്മുടെ ആത്മാവിന് നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, നിയോഗങ്ങളിലേക്ക് വരണമേ. എല്ലാ കെട്ടും അടിയട്ടെ, എല്ലാ മുഖവും ഒടിയട്ടെ, എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. ആത്മാവിന്റെ തീ തീ ആയിരക്കണക്കിന് മക്കളിലേക്ക് ഇപ്പോൾ ഈ സമയം കത്തി പടരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദിവ്യകാനുസരണയിൽ എല്ലാവരും, എല്ലാ മക്കളും കരമടിച്ച് കരമടിച്ച് ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമുയർത്തി വിളിച്ച് ആത്മാവേ, ആദിമസഭയെ അത്ഭുതകരമായ അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ, ആദിമസഭയെ അത്ഭുതകരമായ അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ മക്കളിലേക്ക്, ഓരോ കുഞ്ഞിലേക്ക്, ഓരോ കുഞ്ഞിലേക്ക് ഈ അഭിഷേകം ഒഴുകട്ടെ, ഈ അഭിഷേകം ഒഴുകട്ടെ. കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകട്ടെ. കെട്ടുകൾ പൊട്ടോട്ടെ, പൊട്ടോട്ടെ, പൊട്ടോട്ടെ. ഈശോ, ഈശോ. എല്ലാവരും ആദിമസഭയെ അത്ഭുതകരമായ അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ
പുതിയ അഭിഷേകം എല്ലാവരും ചേർത്ത് പാടിക്കേ. ആദിമസഭയെ ആവേ. അത്ഭുതകരമായ അഭിഷേകത്തിൽ നയിച്ചതുപോലെ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ആത്മാവേ, ഞങ്ങളുടെ മക്കളിലേക്ക് വരിക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വരിക. ആത്മാവേ, എല്ലാവരും ഒന്നിച്ച് പാടുക. ഈ നൂറ്റാണ്ടിനിടങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ, കൃപയായി വരണേ, പറന്നിറങ്ങണമേ. ആത്മാവേ, ഹോളി സ്പിരിറ്റ്, പറന്നിറങ്ങണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് സിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ സിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയാം ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയ ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. Come Holy Spirit, come Holy Spirit, come Holy Spirit, എല്ലാവരും Come Holy Spirit, come Holy Spirit, Power. Holy Spirit, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകട്ടെ, ആത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. പരിശുദ്ധാത്മാവേ, മക്കളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാവരും ആഗ്രഹത്തോടെ മക്കളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. മക്കളിൽ നിറയണമേ. പാടുക, പരിശുദ്ധാത്മാവേ, ഒന്നിച്ച് പാടുക. ഞങ്ങളുടെ മക്കളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അവരിൽ ആത്മാവിന്റെ തീയിറങ്ങാൻ, ആത്മാവിന്റെ കാറ്റടിക്കാൻ ഒരിക്കൽ കൂടെ ചങ്ക് തുറന്ന് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, മക്കളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവേ, മക്കളിൽ നിറയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കവിയണമേ, എല്ലാം വിട്ടൊഴിയട്ടെ. കവിഞ്ഞൊഴുകണമേ. കൈകൾ ഒരു നിമിഷം ഒന്ന് കോർത്ത് പിടിച്ച് നമ്മുടെ മക്കളിലുള്ള എല്ലാ അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിയാൻ, അനുസരണക്കേടിന്റെ കെട്ടുകൾ പൊട്ടാൻ, തെറ്റായ ബന്ധത്തിന്റെ പ്രണയ കെണികളുടെ കെട്ടുകൾ പൊട്ടുവാൻ, അന്യവിശ്വാസത്തിൽ പെട്ടവരുമായിട്ടുള്ള ചില തെറ്റായ ബന്ധത്തിന്റെ എല്ലാ പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞു പോകാൻ, സത്യവിശ്വാസം ജീവിക്കാൻ, ദൈവകൃപയിൽ വളരാൻ, അവരുടെ ജീവിതത്തിൽ വിവിധങ്ങളും തകർച്ചകളും ബന്ധനങ്ങളും വിട്ടൊഴിഞ്ഞു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവികാന്റെ സന്നിധി കാര്യങ്ങൾ കോർത്തു പിടിച്ച് ഒരിക്കൽ കൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കാര്യങ്ങൾ കോർത്തു പിടിച്ചത് ഉയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. പരിശുദ്ധാത്മാവേ, നിറയണമേ, പ്രാർത്ഥിക്കുന്നു ഈശോ. കവിയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒഴുകണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കുന്നു ഈശോയെ, ആത്മാവേ, ഈശോയെ. മക്കളിൽ നിറയണമേ, anointing, കവിയണമേ, anointing. ഒഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളെല്ലാം മുട്ടുകുത്തുകയാണ്. സഹോദരൻ, ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക്
നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് കർത്താവ് തരുന്ന ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ ഒരു നിമിഷം ടീം ഷെക്കേനയ്ക്ക് വേണ്ടി, ഷെക്കേന ന്യൂസിന് വേണ്ടി, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി, മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഇതിനെ നടത്തിപ്പിനും ഇതിൽ ദൈവപരിപാലനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും അനേകരെ പരിശുദ്ധാത്മ ഉണർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, 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 ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ, മക്കളെ, തലമുറകളെ അനുഗ്രഹിച്ച സ്നേഹത്തിന് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈശോ, ഈശോ, ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.